ഇപ്പൊ സമയം ഉച്ചയ്ക്ക് 1:45 ലഞ്ച് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഇതുവരെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. സോ ആ മഴ ഒന്ന് ഒതുങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ടൈം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനുണ്ട്, അജി ഉണ്ട്, അതുപോലെ തന്നെ ഇർഷാദ് ഉണ്ട്. അച്ചങ്ങനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുക. എന്നാലും ഫുഡിന്റെ കാര്യത്തിൽ ഒറ്റ മൈൻഡ് ആണെന്ന് കണ്ടപ്പം ഓനെയും കുട്ടി. തിരൂരങ്ങാടി നമുക്കൊരു ഫ്രണ്ട് ഉണ്ട്. ഓനെ പരിചയപ്പെട്ട് അന്ന് തൊട്ട് തുടങ്ങിയതാണ് SRT ബിരിയാണിന്റെ മത്. എന്റെ പൊന്നോ, ഓന്റെ വീടാണെങ്കിൽ അടുത്ത ഭൂഖണ്ഡത്തിൽ, ആ ഏരിയയിലും പാടല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ, ഞാനും ഒരു തിരൂരങ്ങാടി താലൂക്കുകാരനാണ്. എനിവേ നമ്മളൊന്ന് അങ്ങോട്ട് പോയിട്ട് അടുത്ത ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ. ഇത് കണ്ടില്ലേ, പുറത്തൊക്കെ പാർക്കിംഗ് ഒക്കെ ആയിട്ട് ഭയങ്കര റഷ് ആണ്. വടച്ചോ ചോറുണ്ടാവില്ല എന്നുള്ളൊരു പേടിയുണ്ട്. കാരണം ഞങ്ങൾ ഇങ്ങോട്ട് എത്തുമ്പോൾ ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞില്ലേ. മാഷാ ഭയങ്കര റഷ് ആണ്. വലുതുകാലം വെച്ച് ഇങ്ങോട്ട് കയറിയ സമയത്ത് കല്യാണത്തിന് ചോറ്റുമ്പരിക്ക് എടുക്കുമ്പോൾ ഒരു സ്മെൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലിംഗ്. പിന്നെ ഒന്നും നോക്കില്ല, വേഗം പോയി വാഷ് ചെയ്തിട്ട് ഒരു സീറ്റ് അങ്ങ് ഉറപ്പില്ല. ലഗോൺ ബിരിയാണി, കുട്ടൻ ബിരിയാണി, നെയ്ച്ചോറ് ആൻഡ് പള്ളിക്കറി, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞ ഇർഷാദ് കണ്ടിട്ട് ഒരു ഈമാനൊക്കെ ചമ്മന്തി ഒക്കെ ഉണ്ട്. ഓർഡർ ചെയ്ത പാടെ തന്നെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. ഫുഡ് എത്തിയ പിന്നെ എന്താ വിട്ട് നോക്കിയേണ്ട പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. പിന്നെ ഞങ്ങൾക്ക് കാണിച്ചിട്ട് വേണ്ടി കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കണ്ടേ. ഇതാണ് നമ്മൾ അജിയേട്ടൻ. ബിസ്മി ജെല്ലി ഞാനും അങ്ങോട്ട് തുടങ്ങിട്ടോ. എന്റെ മോനെ എമ്മിടാ, മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ, വേറെ ഒന്നും പറയാനില്ല. ഈ ഒരു റെസ്റ്റോറന്റിന്റെ ലൊക്കേഷൻ വരുന്നത് ചെമ്മാട് മമ്പുറം ബൈപ്പാസ് റോഡില്ലേ, ആ ഒരു റോഡിലാണ് കേട്ടോ. ഇവിടുന്ന് ഇതുവരെ ഫുഡ് കഴിക്കാത്തിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കുന്ന എന്താണെങ്കിലും ഇഷ്ടപ്പെടും. SR ബിരിയാണി എക്സെപ്ഷണൽ ഇൻ മലബാർ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഇൻസ്റ്റാ പേജ് കൂടി തുടങ്ങിയിട്ട് അതൊന്ന് ഫോളോ ചെയ്യുന്നുട്ടോ. അപ്പൊ ശരി, ബൈ.